പിറ്റേന്ന് പതിവ് പോലെ ട്രൂമാൻ ജോലിക്കായി പോകുന്നു. പെട്ടെന്ന് കാറിനുള്ളിലെ FM റേഡിയോയ്ക്ക് ചില ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതായി ട്രൂമാന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതായത് റേഡിയോ സിഗ്നൽസിന് പകരം മറ്റു പല സിഗ്നൽസും റേഡിയോ പിടിച്ചെടുക്കുന്നു. പ്രത്യേകിച്ച് ഷോ ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന വയർലെസിന്റെ സിഗ്നലുകൾ. ക്രിയേറ്റേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് ട്രൂമാൻ ഇപ്പോൾ കാറിനുള്ളിൽ കേൾക്കാൻ സാധിക്കുന്നു. ട്രൂമാന്റെ ഓരോ നീക്കങ്ങളുമായിരുന്നു ക്രിയേറ്റേഴ്സ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ട്രൂമാൻ വലത്തേക്ക് തിരിയുന്നു, വലത്ത് തിരിഞ്ഞ് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, അങ്ങനെ. എന്നാൽ ഉടൻ തന്നെ ക്രിയേറ്റേഴ്സ് ആ ഇറർ റെഡിയാക്കുന്നു. എന്നാൽ ട്രൂമാന്റെ സംശയങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു. സംശയം വർദ്ധിച്ചതോടെ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിച്ചു ചെയ്യാൻ തുടങ്ങുന്നു ട്രൂമാൻ. തനിക്ക് ചുറ്റും നടക്കുന്നതിനെ സംശയത്തിന്റെ കണ്ണിലൂടെയാണ് ട്രൂമാൻ കാണുന്നത്. എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ എല്ലാവരും ദിവസേന ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റമൊന്നുമില്ല എന്ന് ട്രൂമാന് മനസ്സിലാകുന്നു. അതായത് ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് നടക്കുന്ന പോലെയാണെന്ന് ട്രൂമാന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ട്രൂമാൻ ഓഫീസിലേക്ക് പോകുന്ന പോലെ അഭിനയിച്ച് വേറൊരു ബിൽഡിങ്ങിലേക്ക് കയറി ചെല്ലുന്നു. ആ ബിൽഡിങ്ങിലുള്ളവർ ട്രൂമാൻ എന്തിനാണിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കണ്ട് ഞെട്ടിപ്പോകുന്നു. കാരണം ട്രൂമാൻ അങ്ങോട്ടേക്ക് അപ്പോൾ പോകേണ്ട കാര്യമില്ല. എന്നാൽ എന്താണ് ചുറ്റുപാടും നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെ ചെയ്തത്. ലിഫ്റ്റിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച ട്രൂമാനെ പോലീസ് വേഷത്തിൽ അഭിനയിക്കുന്ന ആളുകൾ തടയുന്നു. ഉടൻ തന്നെ ട്രൂമാന്റെ കൺമുമ്പിൽ ലിഫ്റ്റ് തുറക്കുന്നു. എന്നാൽ അതൊരു ഫേക്ക് ലിഫ്റ്റ് ആയിരുന്നു. അതിനുള്ളിൽ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ട്രൂമാൻ കാണുന്നു. ഇതെല്ലാം കണ്ട ട്രൂമാന് ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് തന്നെ ട്രൂമാനെ അവർ പിടിച്ച് പുറത്താക്കുന്നു. ഇവിടെ എന്തൊക്കെയോ തെറ്റായി നടക്കുന്നുണ്ടെന്ന് ട്രൂമാൻ അപ്പോൾ മനസ്സിലായി. തന്നെ ആരൊക്കെയോ പിന്തുടരുന്നുണ്ടെന്നും ആരൊക്കെയോ തന്നെ മുതലെടുക്കുന്നുണ്ടെന്നും ട്രൂമാൻ ചിന്തിക്കുന്നു. ഉടൻ തന്നെ ട്രൂമാൻ അവിടെ നിന്നോടി തൻ്റെ സുഹൃത്തിൻ്റെ കോഫി ഷോപ്പിലേക്ക് പോകുന്നു. സുഹൃത്തിനോട് തന്നെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെന്നും നടന്ന സംഭവങ്ങളുമെല്ലാം ട്രൂമാൻ വിവരിക്കുന്നു. എന്നാൽ റിയാലിറ്റി ഷോയുടെ ഭാഗമായ സുഹൃത്ത് ഇതെല്ലാം ട്രൂമാൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുന്നു. സുഹൃത്തിൻ്റെ ഉദ്ദേശം ഡയറക്ടർ പറയുന്ന പോലെ ട്രൂമാനെ പിന്തിരിപ്പിക്കുക എന്നതാണല്ലോ. അവിടെ നിന്ന് വളരെ വിഷമത്തിൽ ട്രൂമാൻ മടങ്ങുന്നു. പിറ്റേന്ന് ട്രൂമാനും അമ്മയും ഭാര്യയും ഒരുമിച്ചിരുന്ന് പഴയ ആൽബംസൊക്കെ നോക്കുകയായിരുന്നു. ട്രൂമാൻ്റെ ചെറുപ്പത്തിലെ ഒരുപാട് ഫോട്ടോസ് അതിലുണ്ടായിരുന്നു. അതായത് സ്കൂളിലെ ഫോട്ടോസ്, അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോസ്, അങ്ങനെ. കുറച്ചു സമയത്തിന് ശേഷം ട്രൂമാനെ തനിച്ചാക്കി അമ്മയും ഭാര്യയും പുറത്തേക്ക് പോകുന്നു. ഒറ്റയ്ക്കായ ട്രൂമാൻ ആ ആൽബംസ് എല്ലാം മറിച്ചു നോക്കുന്നു. പെട്ടെന്നൊരു കാര്യം ട്രൂമാൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. തൻ്റെ വിവാഹ ഫോട്ടോയിൽ ദൈവത്തോട് സത്യം ചെയ്യുന്ന സമയത്ത് ട്രൂമാൻ്റെ ഭാര്യ ഫിംഗർ ക്രോസാക്കി പിടിച്ചിരിക്കുന്നത് അയാൾ കാണുന്നു. അതായത് ഭാര്യ ചെയ്തത് ഒരു ഫേക്കായിട്ടുള്ള സത്യമാണ്. ഫേക്കായിട്ടുള്ള സത്യം ചെയ്യുന്ന സമയത്താണ് ഫിംഗേഴ്സ് ഇങ്ങനെ ക്രോസാക്കി പിടിക്കുന്നത്. ഇത് കണ്ടതോടെ തനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ പോലും തന്നെ ചതുക്കുകയാണെന്ന് ട്രൂമാന് മനസ്സിലായി. പിറ്റേന്ന് ഭാര്യ ജോലിക്ക് പോയതിന് പിന്നാലെ ട്രൂമാൻ ഭാര്യയെ അറിയാതെ അവളെ ഫോളോ ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം പുറം ലോകം കാണുന്നുണ്ടായിരുന്നു. ഭാര്യയെ പിന്തുടർന്ന ട്രൂമാൻ അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. എന്നാൽ ട്രൂമാനെ കണ്ടതോടെ അവിടെയുള്ള ആളുകൾ അയാളെ തടയുന്നു.